ഇന്ന് നല്ലൊരു മൊമോസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ തയ്യാറാക്കിയിട്ട് എടുക്കണത്. ഇതിൻ്റെ കൂടെ നല്ലൊരു മൊമോസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുള്ള ഒരു ചട്നി കൂടെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഇത്. ഈ ഒരു മൊമോസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മാവ് കുഴയ്ക്കുകയോ പരത്തോ ഒന്നും തന്നെ വേണ്ട. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ള മൊമോസാണ്. പിന്നെ ഈ ചട്നി ഉണ്ടല്ലോ, ഇത് ഒരാഴ്ച വെച്ചാലും കേടാവില്ല കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ചിക്കൻ മൊമോസാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരു 200 ഗ്രാം അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ഒന്ന് വേവിച്ചിട്ട് മിക്സിയിലൊന്ന് കറക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ള ചിക്കനാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് വലിയൊരു സവാള ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കുന്ന വെജിറ്റബിൾസൊക്കെ ഒന്ന് പൊടിയായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. അതിനുശേഷം ഒരു ക്യാരറ്റ് കൂടെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് കാബേജാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് കാബേജാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ പീസാക്കിയിട്ട് വേണം കേട്ടോ ഇതും കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബീൻസ്, പിന്നെ ക്യാപ്സിക്കം, അതൊക്കെ ചേർത്ത് കൊടുക്കുകയൊക്കെ ചെയ്യട്ടെ. ഞാനിപ്പോൾ ഇത് രണ്ടും മാത്രമാണ് ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിലേക്ക് നിങ്ങളുടെ എരിവിനൊക്കെ അനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് പിന്നെ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർക്കാം. ഇനി 1 ടീസ്പൂൺ സോയാ സോസും 1 ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ 2 സോസും ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് മാത്രം ചേർത്താൽ മതി. ചിക്കനിലും ഈ ഒരു സോസിലൊക്കെ ഉപ്പൊക്കെ ഉണ്ടാവും. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു മൊമോസിൽ ഞാൻ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകും കുരുമുളക് പൊടി മാത്രമാണ് കേട്ടോ ചേർക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ചേർക്കണമെങ്കിൽ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ നല്ലോണം ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് വേണ്ടത് കുഴച്ചെടുക്കാനായിട്ട്. എന്നാലാണ് ചിക്കനും ഈ ഒരു വെജിറ്റബിൾസും സോസും എല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് കിട്ടുക. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല കേട്ടോ. ഓയിലുള്ളത് കാരണം കയ്യിൽ ഒട്ടിപ്പിടിക്കാണ്ട് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ടൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രീസറിൽ വെക്കാം കേട്ടോ. അപ്പോൾ ഇത് ഫ്രീസറിൽ ഇരിക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള സോസ് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ചട്നി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തക്കാളി എടുക്കുമ്പോൾ നല്ലോണം പഴുത്തിട്ടുള്ള തക്കാളി വേണം എടുക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൂടെ കൊടുക്കണം കേട്ടോ. എന്നാലാണ് പെട്ടെന്ന് ഇത് വെന്ത് കിട്ടുക. പിന്നെ ഇതിലേക്ക് ഞാനൊരു 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളി അല്ലി കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് വേവാനായിട്ടുള്ള വെള്ളം കൂടെ ഒഴിക്കാം കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇത് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. തക്കാളി വെന്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഇളകി വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ നല്ലോണം തന്നെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. തക്കാളിയുടെ എല്ലാ ഭാഗവും ഒന്ന് വെന്ത് കിട്ടാനായിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഈ ഒരു തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഈ ഒരു മുളകൊക്കെ ഒന്ന് വെന്ത് കിട്ടും വേണം കേട്ടോ. ഇതിപ്പോൾ നല്ലോണം തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിത് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഒന്ന് ചൂടാറിന് ശേഷം ഇതിൻ്റെ തൊലി ഒന്ന് കളയാണ്. അതിന് ശേഷം പിന്നെ നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ തക്കാളി തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ വേവിച്ചെടുത്തിട്ടുള്ള മുളകും അതുപോലെ തന്നെ ഒരു വെളുത്തുള്ളി ഉണ്ടല്ലോ അതുകൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം വേവിക്കാൻ എടുത്തിട്ടുണ്ടായിരുന്ന വെള്ളം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നിങ്ങൾ എടുക്കുമ്പോൾ വെള്ളം കൂടുതലുണ്ടെങ്കിൽ അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് മാത്രം ആ ഒരു വേവിച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം ഒരു 4-5 അല്ലി വെളുത്തുള്ളി ഒന്ന് വട്ടത്തിൽ അരിഞ്ഞിട്ട് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഒരു വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം. ഇതുപോലെ കളറൊക്കെ നല്ലോണം ഒന്ന് മാറി വന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ചട്നിയുടെ മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കാം. അരച്ചെടുത്തിട്ടുള്ള മിക്സ് മൊത്തത്തിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അതിലേക്ക് പിന്നെ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിനാഗിരി ചേർക്കുമ്പോൾ ചെറിയൊരു പുളിപ്പ് രസം ഉണ്ടാവും. പഞ്ചസാര ചേർക്കണത് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കണ ആ ഒരു മൊമോസിൻ്റെ കൂടെ കിട്ടുന്ന ചട്നിക്ക് ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കണത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർക്കാം കേട്ടോ. അത് നിർബന്ധമല്ല, ഞാനിവിടെ ചേർക്കുന്നത് നല്ലൊരു കളർ കിട്ടാനും വേണ്ടിയിട്ടാണ്. പിന്നെ മുളക് പൊടി ചേർക്കണമെങ്കിൽ മുളക് പൊടി ചേർക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അതിനുശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കൂടെ എടുക്കാം കേട്ടോ. അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കുക. ഇതിപ്പോൾ കുറച്ച് ലൂസായ പോലെയാണ് ഉള്ളത്. അപ്പോൾ ഒന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ ഇതിങ്ങനെ തിക്കായിട്ടൊക്കെ വരും. ഇപ്പോൾ ഈ ഒരു ചട്നി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ഒരു ചട്നി ഉണ്ടല്ലോ മൊമോസിന് മാത്രമല്ല നമുക്കിഷ്ടമുള്ള സ്നാക്സിൻ്റെ ഒക്കെ കൂടെ കഴിക്കാം കേട്ടോ. ബജ്ജി അതുപോലെ തന്നെ
പപ്സ് അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചട്നിയാണ്. ഈ ഒരു ചട്നി നമ്മൾ ശരിക്കും മൊമോസൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ചട്നിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ നമുക്കിത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പെട്ടെന്നൊന്നും ചീത്തയാവുമൊന്നുമില്ല. ഇനി നമുക്ക് മൊമോസ് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഒരു ബൗളിലേക്ക് ഞാൻ 1/4 കപ്പോളം മൈദയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മൈദയ്ക്ക് പകരമായിട്ട് ഗോതമ്പ് പൊടി എടുക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ വേറൊരു ബൗളെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു ഐസ് ക്യൂബിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മൊമോസിൻ്റെ ഫില്ലിംഗ് ഉണ്ടല്ലോ അത് എടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ ഒരു ചട്നി റെഡിയാക്കിയിട്ട് എടുക്കുന്ന ടൈം ഞാനത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം ഇങ്ങനെ ഉറച്ച് കിട്ടിയിട്ട് ഇങ്ങനെ ഹാർഡായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മൈദയിൽ ആദ്യം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു തണുത്ത വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കുക. വെള്ളത്തിൽ മുക്കി ഉടനെ തന്നെ എടുക്കണം കേട്ടോ. എന്നിട്ട് വീണ്ടും ഈ ഒരു മൈദപ്പൊടിയിലൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യണത്. ഇങ്ങനെ ഒരു 2-3 പ്രാവശ്യം ചെയ്യണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആക്കിയെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ആവിയിൽ ഇത് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ എല്ലാതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൊമോസ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. സാധാരണ മൊമോസൊക്കെ ഉണ്ടാക്കാനായിട്ട് മാവ് കുഴച്ചെടുത്തിട്ട് പ്രത്യേക ഒരു ഷേപ്പിലൊക്കെയാണ് കേട്ടോ റെഡിയാക്കിയിട്ട് എടുക്കുക. ഞാൻ മുന്നേ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാതും റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ നമുക്കിത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ ഒരു 25 മിനിറ്റാണ് കേട്ടോ ഇത് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മൊമോസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയുള്ളൊരു മൊമോസാണ്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടു പോയിട്ടോ. നമ്മൾ ഈ ഒരു മൊമോസ് വേവിക്കാനൊക്കെ വെക്കണ ആ ഒരു തട്ടുണ്ടല്ലോ അതിൽ കുറച്ച് ഓയിലൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം വേണ്ടത് ഇതുപോലെ വെച്ചിട്ട് ആവി കയറ്റിയിട്ട് വേവിക്കാനായിട്ട്. അപ്പോൾ ആ ഒരു പാത്രത്തിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മൊമോസാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഫസ്റ്റ് ടൈമൊക്കെ മൊമോസ് ഉണ്ടാക്കുന്നവർക്ക് പോലും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചട്നി കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചിക്കൻ കഴിക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വെജ് മൊമോസും ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ചിക്കന് പകരമായിട്ട് പനീർ ചേർത്ത് കൊടുത്താലും മതി. കുറച്ചധികം വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനുണ്ട്. കൂടെ തന്നെ ബെൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്കും ഹൈപ്പും കൂടെ ഒന്ന് ചെയ്യണം. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കും കൂടെ വേണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.